ഹലോ, അസ്സലാമു അലൈക്കും. എടാ, 7ാം ക്ലാസ് നമുക്ക് അറബിക് എക്സാമിന് നമ്മോട് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു മനസ്സിലാക്കേണ്ട കാര്യമാണ് അന്ന്, അതേപോലെ തന്നെ ലന്ന്, അതേപോലെ തന്നെ കൈ, അല്ലേ? ഈ 3 വാക്കും വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മളോട് ചോദിക്കും. അപ്പോൾ ആൻ, ലെൻ, കൈ, ഇത് 3 നമുക്ക് ഒരു വാക്ക് ഇതെന്ന വാക്കുകൊണ്ട് നമുക്ക് പഠിക്കാനില്ല. നമുക്ക് 3 പഠിക്കാം. ആൻ, ലെൻ, കൈ 3 വാക്കാണ്. അൻ എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കും. ലെൻ ഒരിക്കലും ഇല്ല എന്നുള്ളത് ഉപയോഗിക്കും. പിന്നെ അതേപോലെ തന്നെ കൈ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി എന്ന് ഉപയോഗിക്കും. പക്ഷേ ഇതിന് അർത്ഥമൊന്നും അറിയണ്ട കേട്ടോ. അർത്ഥമൊന്നും അറിയാതെ നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ. അപ്പോൾ ആകെ ശ്രദ്ധിക്കുന്ന വാക്കുകളുള്ളൂ. മുലാരി ആയിട്ടുള്ള വാക്ക് അതെന്ന് വെച്ചാൽ എഫ് അലു എന്നുള്ള മോഡൽ, എഫ് അലു, യദ്ഹബു, അല്ലേ? അതേപോലെ യക്തുബു എന്നൊരു മുലാരി ആയിട്ടുള്ള വാക്ക്, യാ കൊണ്ടൊക്കെ തുടങ്ങുന്ന, അല്ലെങ്കിൽ പിന്നെ യാ കൊണ്ട് തുടങ്ങാം, അതല്ലെങ്കിൽ ആ കൊണ്ട് തുടങ്ങാം, നാ കൊണ്ട് തുടങ്ങാം. മുലാരി ആയിട്ടുള്ള വാക്ക്, മുലാരി ആയിട്ടുള്ള വാക്കിന് മുമ്പിൽ ഇത് വരും. അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? മുലാരി ആയിട്ടുള്ള ഒരു വാക്കിൻ്റെ മുമ്പ് ഇപ്പോൾ എഫ് അലു ആവാം, അതല്ലെങ്കിൽ അഫ് അലു, ഇത് മുലാരി വാക്കാണ് കേട്ടോ. അതല്ലെങ്കിൽ നെഫ് അലു, ഇതൊക്കെ ഒരേപോലെ ഇതൊക്കെ മുലാരി ആയിട്ടുള്ള വാക്കുകളാണ്. അതല്ലെങ്കിൽ തഫ് അലു, ഇതിലേത് വാക്കും ആയിക്കോട്ടെ, മുലാരി ആയിട്ടുള്ള വാക്കിൻ്റെ മുമ്പിൽ ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്ന് ഏത് വന്നാലും ഒരേ നിയമമാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ എന്ത് ചെയ്തു? ഇതിന് മുമ്പിൽ പിന്നെ അൻ വന്നു, അല്ലേ? ഇതിന് മുമ്പിൽ കൈ വന്നു, വെറുതെ വിചാരിക്കാം. ഇതിന് മുമ്പിൽ എന്ത് ചെയ്തു? ലെൻ വന്നു. ഇതിന് മുമ്പിൽ എന്ത് ചെയ്തു? അൻ വന്നു. ഓക്കെ, എന്തും ആയിക്കോട്ടെ, ഇതിലേതും വരട്ടോ. ഇതിൽ 3-ൽ ഏത് വന്നാലും ഒരേ നിയമമാണ്. അപ്പോൾ മുലാരി ആയിട്ടുള്ള, മുലാരി തന്നെ ഏത് ടൈപ്പ് മുലാരി വാക്കിൻ്റെ മുമ്പിലും ഇതിൽ ഏത് വന്നാലും എന്താ ചെയ്യേണ്ടത്? ഈ വാക്കിനെ നമ്മൾ നസ്ബ് ചെയ്യണം എന്ന് വെച്ചാൽ നസ്ബിൻ്റെ അക്ഷരമായ ഫത്തഹ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ അക്ഷരത്തിൽ കൊടുക്കണം. എന്ന് വെച്ചാൽ ഒരു മുലാരി ആയിട്ടുള്ള വാക്കിൻ്റെ തൊട്ട് മുമ്പ് അന്നോ, ലെന്നോ, കയ്യോ വന്നാൽ ആ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരം എപ്പോഴും എന്തെങ്കിലും ഫത്തഹ ആയിരിക്കണം. കൈ വന്നാൽ ആ മുലാരി വാക്കിന് എഫ് അലു പോയിട്ട് എന്താവും? എഫ് അല, അഫ് അല എന്നാകും. ലന്ന് വന്നാൽ നഫ് അലു പോയിട്ട് എന്താവും? നഫ് അല എന്നാകും. അന്ന് വന്നാൽ തഫ് അലു പോയിട്ട് എന്താവും? തഫ് അല എന്നാവും. മനസ്സിലായോ? സാർ റിപ്പീറ്റ് ചെയ്യാണ്. മുലാരി ആയിട്ടുള്ള വാക്കിൻ്റെ മുമ്പിൽ അന്നോ, ലെന്നോ, കയ്യോ വന്നാൽ ആ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരം എപ്പോഴും നസ്ബിൻ്റെ അടയാളമായ ഫത്തഹ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കാം. അദ്ഹബു ഇല മൊത്തത്തിൽ അർത്ഥം എന്ന് പറയണ്ട കേട്ടോ. ഇവിടെ നമ്മൾ കൈ വന്നു, കൈ വന്നത് നമുക്ക് മനസ്സിലാക്കാം. മുലാരി ആയിട്ടുള്ള വാക്കിന് അവിടുത്തെ മുലാരി വാക്കാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ലാസ്റ്റ് അക്ഷരം ഫത്തഹ ആയിരിക്കണം. അപ്പോൾ നദുറുസ വരുമോ? വരൂല. അദുറുസ എന്നായിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അന ഡാഷ് വന്നു, ഉലൈ, അല്ലേ? ഉലൈ ആണ്, ഉലയ്യ അല്ലേ? ഉലയ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അവസാനത്തെ അക്ഷരം എന്താണ്? ഫത്തഹാണ്. അവസാനത്തെ അക്ഷരം ഫത്തഹ് ആകുമ്പോൾ ലെമ്മ് വന്നാൽ വരൂല, അല്ലേ? ഏതാണ് ആ ഫത്തഹ്? നസ്ബിൻ്റെ അക്ഷരം ഏതാണ്? ലെന്നാണ്. അപ്പോൾ തന്നെ ആൻസർ വരും കേട്ടോ. ലെമ്മ ആകുമ്പോഴേക്ക് സുക്കൂനാണ് വരിക. നിങ്ങൾക്ക് പഠിക്കാനില്ല എന്ന് മനസ്സിലായി. ലെന്നാണ് ഇവിടെ വരേണ്ടത്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അൻ, ലെൻ, അൻ. ഇതിൽ 3-ൽ ഇതിൽ പിന്നെ ഈ വാക്കുകൾ വന്നാൽ എന്ത് ചെയ്യണം? മുലാരി വാക്കിൻ്റെ നസ്ബ് ചോദിച്ചാൽ ഫത്തഹ് കൊടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സാമിന് വരികയാണെങ്കിൽ എന്തായാലും ആൻസർ ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അസ്സലാമു അലൈക്കും.